മാസ്റ്റർ ക്രാഫ്റ്റിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിലെ നെല്ലിക്കൊന്നിലുള്ള തോട്ടാൻ എന്ന വീടിന്റെ കാഴ്ചകളാണ് ഇന്ന് മാസ്റ്റർ ക്രാഫ്റ്റിൽ. വെറും 4 സെന്റിൽ വളരെ വ്യത്യസ്തമായി പണി കഴിപ്പിച്ച ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിജോ റെനി ആർക്കിടെക്ട്സ് ആണ്. As architects, ഞങ്ങൾ ഡീൽ ചെയ്ത പ്രോജക്റ്റുകളിൽ one of the most complicated and I would say the most satisfying project ആണ് the breathing wall residence. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കിട്ടിയത്. ഈ ക്ലയൻറ്റിൻ്റെ പാർട്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിട്ടിയ സ്ട്രിപ്പിൽ നമുക്ക് പ്രോജക്റ്റിൻ്റെ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ വീതി ആകെ കൂടി 6 meters, ഇറ്റ്സ് അബൌട്ട് 20 feet, 20 അടിയുടെ താഴെ വീതി നമുക്ക് പ്രോജക്റ്റിൻ്റെ ഫുട് പ്രിൻ്റ് കിട്ടുള്ളൂ. ആൻഡ് ലെങ്ത് മാക്സിമം കിട്ടുന്നത് 16 meters ആണ്. അപ്പോൾ ഈ 16/6 ഉള്ളിലൊരു മാജിക്ക് കാണിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് വാട്ട് ദ പ്രോജക്റ്റ് ഡിമാൻഡഡ് വാസ് ഇൻ ഫാക്ട് ഒരു മിറാക്കുലസ് ഒരു ടച്ചാണത് വേണ്ടിയിരുന്നത്. വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലേ ഔട്ടാണ് നമ്മൾ ഈ ഡിസൈൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്ലോട്ടിൻ്റെ സൈസ് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 3.3 meters വൈഡ് ആയിട്ടുള്ള ഒരു വൈഡർ ബേയും ഒരു 1.8 meters ആയിട്ടുള്ള ഷോർട്ടർ ബേ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോജക്റ്റിനെ 2 ബ്ലോക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടുവിൽ നമ്മളൊരു ഏട്രിയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. സ്റ്റേ കേസ് അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റേ കേസ് ആക്ച്വലി ഇൻ ദിസ് ഓപ്പൺ ഏട്രിയം. കാരണം വെച്ചാൽ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേ കേസ് വെച്ച് സ്ഥലം കളയുന്നതിന് പകരം ഒരു ഓപ്പൺ ഏട്രിയത്തിൽ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ കേസ് പോലെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. ദാറ്റ് ആക്ച്വലി ഹെൽപ്സ് യു ആക്സസ് ദീസ് 2 blocks വെർട്ടിക്കലി. ആൻഡ് ഈ ഒരു ഏട്രിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മുകളിൽ നമുക്ക് ഗ്ലാസ് ഇട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്ത് എയർ ചൂടുകാറ്റ് പുറത്തേക്ക് പോയി നമുക്ക് വെളിച്ചം കിട്ടാൻ തക്ക വണ്ണത്തിന് മുകളിൽ ഗ്ലാസ് ഇട്ട് ഒരു സ്കൈലൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ ഏട്രിയം ഒരു സ്കൈലൈറ്റ് ഏട്രിയം ആയിട്ട് മാറും. പിന്നെ അടുത്തൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഏട്രിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പുറത്ത് കാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കാറ്റിനകത്തേക്ക് കൊണ്ടുവരിക. അറ്റ് ദ സെയിം ടൈം നമുക്ക് പ്രൈവസി, പുറത്തത്തെ അവിടെ നിന്നുള്ള വ്യൂസും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ 2 സൈഡ് ഏട്രിയത്തിൻ്റെ 2 സൈഡിലുള്ള വാൾസ് എന്തെങ്കിലും പെർഫറേറ്റഡ് ആയിട്ടുള്ളൊരു വാൾ കൊണ്ടുവരും, ഒരു ബ്രീത്തിങ് വാൾ. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റകത്തേക്ക് വരുന്നു, ആ കാറ്റ് പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കാറ്റകത്ത് വരുന്ന രീതിയിൽ ഒരു ബ്രീത്തിങ് വാൾ ക്രമീകരിക്കുന്നു എന്നുള്ള ചിന്ത വന്നത്. ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത് തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോയർ സ്പേസിലേക്കാണ്. അവിടുന്ന് ഈ ഒരു ലിവിങ് റൂമിലേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് ആ ഒരു സ്പേസിൻ്റെ ഒരു മാജിക് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് വളരെ ഇടുങ്ങിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണിതെന്നാണ്. പക്ഷേ ഈ ഒരു ലിവിങ് റൂമിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ വീടിനുള്ളത്. അതായത് ഈ ഒരു ലിവിങ് റൂം ടു ആ എൻഡിലുള്ള ബെഡ്റൂം വരെ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ റൂംസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഡോർസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാ ഡോർസും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മൊത്തമായിട്ടൊരു ഹാളിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്.
സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഒരു ചെറിയൊരു ട്രാൻസിഷൻ സ്പേസ് ആയിട്ടുള്ള ഒരു ഫോയറിലേക്കാണ്. ഈ രണ്ട് സ്പേസിൻ്റെയും ഹൈറ്റ് വളരെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ 2.4 മീറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കയറുന്ന ലിവിങ് റൂം എന്ന് പറയുന്നത് ഒരു 1.5 ഫ്ലോർ ഹൈറ്റുള്ള ഒരു ടോളർ സ്പേസിലേക്ക് കിടക്കുമ്പോൾ ഒരു ബ്ലാസ്റ്റ് ഓഫ് സ്പേസ് നമുക്കത് ഫീൽ ചെയ്യും. ഫർദർ മോർ ആ ഒരു ഇഫക്റ്റ് ഫർദർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡിലേക്കുള്ള വാൾ തന്നെ സ്ലൈഡിങ് ഷട്ടേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ് സ്ലൈഡിങ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫർദർ കാണുന്ന സ്പേസസ് ഒക്കെയും നമുക്ക് ആഡ് ഓൺ ആയിട്ട് ഒരു ഫുൾ ലെങ്ത് ഓഫ് ദ പ്ലോട്ട് തന്നെ നമുക്ക് ലിവിങ് റൂമിൽ നിന്ന് ഫീൽ ചെയ്യും. അത് ഫർദർ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അറ്റത്ത് കാണുന്ന വാർഡ്രോബ് സ്പേസിൽ നമ്മൾ മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് ഡബിൾ ലെങ്ത് ഉള്ള ഒരു പ്ലോട്ടിലേക്ക് കടക്കുന്ന പോലെയാണ് ലിവിങ് റൂമിലിരുന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടെക്നീക്ക് ഓൾ ത്രൂ ഔട്ട് ദ ഹൗസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് റൂമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഈ ഒരു ലിവിങ് റൂമിന് ഒരു സ്പേഷ്യസ് ഫീൽ കൊടുക്കുന്നതിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഓരോ ഫേർണിച്ചേഴ്സും ഈ വീടിന് വേണ്ടി സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ്ഡ് ചെയ്ത് എടുത്തിരിക്കുന്നവയാണ്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, സാധാരണ വീടുകളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈറ്റിംഗ് പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കൺസീവ് രീതിയിലുള്ള ഒരു LED സ്ട്രിപ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. അത് ഒരേ സമയം നമുക്ക് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ബ്രൈറ്റ്നസ്സും ഈ ലൈറ്റിംഗ് നമുക്ക് തരുന്നുണ്ട്. ലിവിങ് റൂമിൽ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ട് വർക്ക്സ് ആണ്. ആർട്ട് വർക്ക്സ് എന്ന് പറഞ്ഞത് കോർട്ട്യാർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടൺ സ്റ്റീലിൻ്റെ 2 പെർട്ടിക്കുലർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇമേജസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ആസ് ഇറ്റ് ഈസ് കോട്ടൺ സ്റ്റീലിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജും പിന്നെ സൂം ഗ്ലാസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന അതേ സ്ക്രീനിൻ്റെ ഡീറ്റെയിലാണ്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ടാണ് പല റൂംസിലും നമുക്ക് ടീക്ക് വുഡ് ഫ്രെയിമിലും നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് ഈ വീടിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ആർട്ട് വർക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിലൊരു ഗാർഡൻ എങ്ങനെ നിർമ്മിക്കാമെന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ടോട്ടൽ വരുന്നത് 4 സെൻറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട്സൈഡ് ഗാർഡൻ എന്നത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നാൽ അതിനെക്കാട്ടിലും മനോഹരമായിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇവർക്ക് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോർഷൻ്റെ വാൾസ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ സ്റ്റീലിലാണ്. നമുക്കിവിടെ ഒരുപാട് ഹോൾസും ഈ വാളിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ നാച്ചുറൽ സൺലൈറ്റ്, എയർ ഇതൊക്കെ നമുക്ക് ഈ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കാട്ടിലും ഒക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ബാംബൂ ട്രീസിലൊക്കെ ഒരുപാട് പുറത്തുനിന്ന് കിളികൾ വന്നിട്ട് കൂടുണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 സെൻറ്റിൽ തീർത്ത ഒരു വിസ്മയം തന്നെ ഈ വീടിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ലിവിങ് റൂമിൽ നിന്ന് പിന്നെ ഫർദർ നമ്മൾ കടക്കുന്നത് 2.5 ഫ്ലോർ ഹൈറ്റുള്ള ഒരു കോർട്ട്യാർഡിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ഈ വീടിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലാൻഡ്സ്കേപ്ഡ് ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് തന്നെയാണ്. ഇതാണ് വീടിൻ്റെ ലങ്സും അതുപോലെ തന്നെ ബ്രീതിങ് ആയിട്ടുള്ള ഒരു സ്പേസ്. അതിൻ്റെ ഈ കോർട്ട്യാർഡിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന 2 സൈഡിലും വരുന്ന കോട്ടൺ സ്റ്റീൽ പങ്ക്ച്വേർഡ് കോട്ടൺ സ്റ്റീൽ വാളാണ് ഈ വീടിന് പേര് വരുത്താൻ തന്നെ കാരണം. ഈ ബ്രീത്തിങ് വാളിനായിട്ട് നമ്മൾ ആദ്യം പ്രപ്പോസ് ചെയ്തത് കസ്റ്റമൈസ്ഡ് പെർഫറേറ്റഡ് ഫെറോസിമെൻറ്റ് പാനൽസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഏത് സൈസിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, പാറ്റേൺസിൽ നമുക്ക് ഉണ്ടാക്കാം. ആൻഡ് ദെൻ വാട്ട് വി ഡിഡ് വാസ് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്
നമ്മൾ ആ പാനൽസ് ആദ്യം പ്രോട്ടോടൈപ്പ് ചെയ്തു. കാരണം വെച്ചാൽ എന്തൊരു സംഭവം നമ്മൾ ഫൈനലായിട്ട് ചെയ്യുന്നതിന് മുൻപ് പ്രോട്ടോടൈപ്പ് ചെയ്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്കത് ഉപയോഗിക്കണോ എന്നുള്ളത് തന്നെ തീരുമാനിക്കാൻ. ആൻഡ് ഫെറോസിമെൻറ്റ് പാനൽസ് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഹാർഡ്നേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, മെഷൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഒരു ഹാമർ എടുത്ത് നമ്മൾ 2 നോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി നോട്ട് സെക്യൂർ ഇൻ ദ സെൻസ്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അത് നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു, പാരാമീറ്റേഴ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ ദിസ് വൺ ക്യാരക്ടർ ഓഫ് ഇറ്റ്, ഈ സെക്യൂരിറ്റി ഇഷ്യൂ നമുക്കുള്ളത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു. ആൻഡ് ദെൻ പിന്നെ തോട്ട് നമ്മൾ വൈൽഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. വി വർ കൈൻഡ് ഓഫ് ഒരു ബ്രോഡർ സ്പെക്ട്രത്തിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള തോട്ടിൻ്റെ പുറത്താണ് ഫൈനലി വി ചാൻസ്ഡ് അപ്പോൺ കോട്ടൺ സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ. നമ്മളൊരു മുന്നേ സേലത്ത് ചെയ്തൊരു പ്രോജക്റ്റിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമുക്ക് നല്ല അവയർനെസ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ വി ഫെൽ ദറ്റ് ഇറ്റ് വാസ് ഐഡിയൽ ഇൻ ദിസ് പ്രോജക്റ്റ്. അങ്ങനെയാണ് ക്ലയൻസിന് നമ്മൾ ഈ കോട്ടൺ സ്റ്റീലിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദെൻ ക്ലയൻസ് വർ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റഡ്, നമുക്ക് ഉപയോഗിക്കാം, അവർക്ക് ഈ പ്രോജക്റ്റ് ഭംഗിയാവണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡൈനിങ് ഏരിയയും കിച്ചണും വളരെ അടുത്തടുത്തായിട്ടുള്ള രീതിയിലാണ് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലും സ്ലൈഡിങ് ഡോർസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിച്ചണിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസി കിട്ടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ഡൈനിങ് ഏരിയ ആയിട്ട് കണക്റ്റഡും ആണ്. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈഡിങ് ഡോർസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത രീതിയിലുള്ള ഗ്ലാസ് ആണ് ഇവിടെ മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ അതിൻ്റേതായിട്ടുള്ള പ്രൈവസി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ബെഡ്റൂംസിനും ഒരു ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് സ്ലിറ്റ് വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്.